നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാലിദ്വീപിന് കടുത്ത മുന്നറിയിപ്പുമായി അന്താരാഷ്ട്ര നാണയനിധി. മാലിദ്വീപും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് അന്താരാഷ്ട്ര നാണയനിധി മാലിദ്വീപിന് നൽകുന്നത്. മാലിദ്വീപ് ചൈനയുടെ സഹായമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ചെയ്തു. ചൈനയിൽ നിന്ന് വൻതോതിൽ കടം വാങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് IMF നൽകിയിരിക്കുന്നത് മാലിദ്വീപിന്. ആ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: കടബാധ്യതയിലേക്കാണ് മാലിദ്വീപ് സഞ്ചരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ മുന്നറിയിപ്പ്. ഇന്ത്യയോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചൈനയെ കൂടെ കൂട്ടുകയും ചെയ്യുന്ന പ്രസിഡന്റാണ് മുഹമ്മദ് മുയൂസ്. ഇദ്ദേഹം അധികാരമേറ്റതോടെ മാലിദ്വീപിന് കൂടുതൽ ധനസഹായം നൽകുമെന്ന് ബെയ്ജിംഗ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വികസന ഫണ്ടുകൾ നൽകി നിസ്വാർത്ഥമായി സഹായിക്കുന്ന ചൈനയ്ക്ക് മുയൂസ് നന്ദിയും സ്നേഹവും അറിയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര നാണയനിധി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാലിദ്വീപിന്റെ വിദേശ കടത്തിന്റെ വിശദാംശങ്ങൾ IMF പുറത്തുവിട്ടിട്ടില്ല. എന്നാലും അടിയന്തര നയക്രമീകരണം ആവശ്യമാണെന്ന കാര്യം അറിയിച്ചിരിക്കുകയാണ്. മൊത്തത്തിലുള്ള ധനക്കമ്മിയും പൊതുകടവും ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ക്രമീകരണമില്ലാതെ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്ന സ്ഥിതിയാണ്. കൂടുതൽ അപകടത്തിലേക്കാകും ദ്വീപ് രാഷ്ട്രത്തെ ഇത് എത്തിക്കുകയെന്നും അന്താരാഷ്ട്ര നാണയനിധി വ്യക്തമാക്കുന്നു. കൊറോണ മഹാമാരിക്ക് ശേഷമാണ് രാജ്യം സാമ്പത്തികപരമായി പുരോഗതി കൈവരിച്ചത്. കടൽ തീരങ്ങൾക്ക് പേരുകേട്ട മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പകുതിയിലധികവും വഹിക്കുന്നത് ടൂറിസം മേഖലയാണ്. വിമാനത്താവള വിപുലീകരണവും ഹോട്ടലുകളുടെ വർധനയും മേഖലയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നുണ്ട്. എങ്കിലും ടൂറിസം മേഖല ഇപ്പോൾ തിരിച്ചടി നേരിടുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അനിശ്ചിതത്വം ഉയരുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ ദോഷം ചെയ്യുമെന്നാണ് അന്താരാഷ്ട്ര നാണയനിധി വ്യക്തമാക്കുന്നത്. ചൈനീസ് അനുകൂലിയും മുയൂസുവിന്റെ ഉപദേഷ്ടാവുമായ അബ്ദുള്ള യമീൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മാലിദ്വീപ് കടക്കണിയിലായിരുന്നു. 2018 വരെയുള്ള 5 വർഷക്കാലത്തിനിടെ നിർമ്മാണ പദ്ധതികൾക്കായി ചൈനയിൽ നിന്ന് വൻതോതിൽ കടമെടുത്തു. 2021 വിദേശ കടത്തിൽ 42% വർധനയാണ് രേഖപ്പെടുത്തിയതെന്ന് ലോകബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനിടെയാണ് കടം വാങ്ങിക്കൂട്ടുന്നത്. പാകിസ്ഥാനിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെ ശ്രീലങ്കൻ ജനത നേരിടുന്നത് പോലെയുള്ള വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് മാലിദ്വീപ് നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ്. അതേസമയം മാലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യം മടങ്ങുകയാണ്. മാലിദ്വീപിലുള്ള ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാനുള്ള ധാരണ എത്തിയിരിക്കുകയാണ്. ദില്ലിയിൽ ചേർന്ന കോർ ഗ്രൂപ്പ് യോഗത്തിലായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ത്യൻ സൈന്യത്തെ മാലിദ്വീപിൽ നിന്നും പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടന്നിരുന്നു. യോഗത്തിന് ശേഷം പ്രസ്താവനയിലൂടെ അറിയിച്ചത് മാലിദ്വീപിൽ നിന്നും 2 ഹെലികോപ്റ്ററുകളും 2 ഡോർണിയർ വിമാനവും പ്രവർത്തിക്കുന്നത് തുടരുമെന്നാണ്. മാലിദ്വീപിൽ ഉണ്ടായിരുന്നത് 88 പേരടങ്ങുന്ന ഇന്ത്യൻ സൈന്യമായിരുന്നു. മാലിദ്വീപ് സർക്കാർ ഉന്നയിക്കുന്ന വാദം രാജ്യത്ത് വിദേശ സൈന്യമില്ലെന്ന് ഉറപ്പുവരുത്താനാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്നാണ്. ഇന്ത്യൻ സൈനികർ മെയ് 10 രാജ്യത്ത് നിന്നും മടങ്ങും. സൈനിക പിന്മാറ്റത്തെക്കുറിച്ച് ഇന്ത്യ പ്രസ്താവനയിൽ പറയുന്നില്ല. കോർ ഗ്രൂപ്പിന്റെ അടുത്ത യോഗം മാലിദ്വീപിലായിരിക്കും നടക്കുന്നത്. ഉന്നതതല യോഗത്തിന് ശേഷം പുറത്തിറക്കിയ മാലിദ്വീപിന്റെ പ്രസ്താവനയിലാണ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.